പുതുതായി വളർന്നു വരുന്ന എല്ലാ കണ്ടന്റ് ക്രിയേറ്റർക്കും യൂട്യൂബ് കിടിലൻ പണിയാണ് തന്നിരിക്കുന്നത്. കാരണം 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും വേണ്ട സ്ഥാനത്ത് ഇനി പുതിയ കണ്ടന്റ് ക്രിയേറ്ററുകാർക്ക് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോയി മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ 8000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബറുമാണ് വേണ്ടത്. ടാസ്ക് വളരെ ഹെവിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇനി വളരെ ബുദ്ധിമുട്ടാണ് ചാനൽ വളർത്തിക്കൊണ്ടുവരുവാൻ. 2027 ഫെബ്രുവരി തൊട്ടിട്ടാണ് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. അതുകൊണ്ട് ഇത് ആഗസ്റ്റ് മാസം 15-ാം തീയതി ആയല്ലോ. അപ്പോൾ ഇനി സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ഒരു 5 മാസം കൊണ്ട് പകുതിയെങ്കിലും മോണിറ്റൈസേഷൻ ആവാറായ ചാനലുകൾ നല്ല കണ്ടൻറ്റുകളും വാച്ച് അവറും എല്ലാം കൂട്ടിക്കൊണ്ട് നന്നായി വർക്ക് ചെയ്താൽ മാത്രമേ ഈ ചാനലുകൾക്ക് നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ പുതിയ നിയമം അനുസരിച്ച് 8000 വാച്ച് അവർ 8000 മണിക്കൂർ ടാസ്ക് തികക്കി തന്നെ വേണം. 1000 സബ്സ്ക്രൈബർ 8000 മണിക്കൂറുകൾ. പഴയ യൂട്യൂബേഴ്സിന് പ്രശ്നമൊന്നും വരില്ല. പുതിയതായിട്ട് വളർന്നു വരുന്ന യൂട്യൂബ് ചാനലുകൾക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളിനി ഓരോരുത്തരും ലൈവ് ചെയ്തും ഷോർട്സ് വീഡിയോ ഇട്ട് സബ് കൂട്ടിയിട്ടും വാച്ച് അവർ ലൈവ് ചെയ്തിട്ടും നല്ല പുതിയ ലോങ് വീഡിയോസും ഇട്ടിട്ടും മാത്രമേ നമുക്ക് നമ്മളുടെ വളർന്നു വരുന്ന ചാനലുകൾ ഇത്രയും ടാസ്ക് ഫെബ്രുവരി ആകുമ്പോഴേക്ക് നമ്മളുടെ ഇത് ക്രൈറ്റീരിയ തയ്ക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഡെയിലി ലൈവ് ഇട്ടിട്ട് അതിൻ്റെ വാച്ച് അവർ വീഡിയോസിൻ്റെ വാച്ച് അവർ കൂട്ടാം. നല്ല ലൈവുകളൊക്കെ നന്നായിട്ട് ചെയ്യാം. പിന്നെ ലോങ് വീഡിയോസിൽ കൂടെയാണ് പിന്നെ വാച്ച് അവർ കൂടുള്ളൂ. ഷോർട്സ് ഇടുകയാണെങ്കിൽ നമുക്ക് സബ് കൂടും അത്രയേ ഉള്ളൂ. അല്ലാതെ ലോങ് വീഡിയോ ഇട്ടാൽ മാത്രമേ നമ്മുടെ വീഡിയോസിനെല്ലാം വാച്ച് അവർ കൂടാൻ ചാൻസ് ഉള്ളൂ. അതിൻ്റെ മറ്റൊരു മാർഗമാണ് ഡെയിലി ലൈവ് അപ്ഡേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഫ്രഷേഴ്സായ യൂട്യൂബേഴ്സ് വളർന്നു വരുന്ന യൂട്യൂബേഴ്സ് എല്ലാം ഒരു 3 മാസം കൊണ്ട് പെട്ടെന്ന് തന്നെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാനുള്ള പണികളിൽ ചെയ്യേണ്ടതാണ്. കാരണം ഫെബ്രുവരി ആയാലാണ് 8000 വാച്ച് അവർ 8000 മണിക്കൂർ ടാസ്ക് ചെയ്യുകയെന്ന് വെച്ചാൽ വളരെ റിസ്ക്കാണ്. അതുകൊണ്ട് മോണിറ്റൈസേഷൻ ആവാറായ എല്ലാ ന്യൂ ചാനലുകളും പെട്ടെന്ന് തന്നെ അവരുടെ മോണിറ്റൈസേഷൻ പൂർത്തിയാക്കാനുള്ള വർക്കിൽ ഏർപ്പെടുക തന്നെ വേണം. കാരണം ലോങ് വീഡിയോസ് കൂടുതൽ അപ്ഡേഷൻ ചെയ്യുക, ലോങ് വീഡിയോസ് മാത്രം ചെയ്യുക. പിന്നെ ലൈവ് ചെയ്യുക, ലൈവ് പറ്റാവുന്നിടത്തോളം ലൈവ് ചെയ്യുക. അങ്ങനെ തന്നെയാണ് വീഡിയോസിൻ്റെ വ്യൂസ് കൂട്ടിയിട്ട് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഫെബ്രുവരി തൊട്ട് തന്ന യൂട്യൂബിൻ്റെ മുട്ടം പണി എല്ലാവർക്കും, ഒരാൾക്ക് നല്ല എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആവാറായ ചാനലുകളെല്ലാം വ്യൂസൊക്കെ അവർ യൂട്യൂബ് വളരെ കുറച്ചിട്ട് റെക്കമെൻഡേഷനിൽ കൊണ്ടുവരുന്നേ ഇല്ല. നമ്മുടെ വീഡിയോസ് എല്ലാം റെക്കമെൻഡേഷനിൽ വളരെ പുറകിലോട്ടാണ്. അതുകൊണ്ട് ഓരോ വീഡിയോസും നല്ല ലൈവ് ചെയ്യുക. പിന്നെ ലോങ് വീഡിയോസ് നല്ല ലോങ് വീഡിയോസ് ചെയ്യുക. പിന്നെ ഷോർട്സ് അപ്ഡേഷൻ ചെയ്തിട്ട് നമ്മുടെ സബ് കൂട്ടിയിട്ട് വരാം. ഷോർട്സ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ സബ് കൂട്ടാൻ മാത്രമേ പറ്റുള്ളൂ. വാച്ച് അവർ കൂട്ടാൻ ഷോർട്സ് വീഡിയോ ഇട്ടിട്ട് യാതൊരു പ്രയോജനവുമില്ല. അതിന് വേണ്ടിയിട്ട് ലോങ് വീഡിയോ തന്നെ ഇടണം. പിന്നെ ലൈവ് ചെയ്യുക. ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് നമ്മുടെ മോണിറ്റൈസേഷൻ ആവാറായ ചാനലുകൾ നമ്മൾ ഫെബ്രുവരി ആകുമ്പോഴേക്ക് അപ്ഡേഷൻ ചെയ്തു വന്നാൽ നല്ലതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇനി സബ് എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ട്രിക്കുകൾ ഞാൻ പറയാം. സബ് കൂടാനായിട്ട് നമ്മൾ ഡെയിലി 2 ഷോർട്സ് വീഡിയോ വീതം ഇടുക. രാവിലെ ഒരു ഷോർട്സ്, വൈകുന്നേരം ഒരു ഷോർട്സ്. പിന്നെ വൈകുന്നേരം ഒരേ ടൈം വെച്ചിട്ട് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇന്ന് ഈവനിങ് 6 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 6 മണിക്ക് മാത്രമാക്കി മാറ്റാൻ പറ്റുക. അപ്പോഴാണ് നമ്മളെ സബ് ചെയ്ത എല്ലാവർക്കും നമ്മളുടെ ചാനലിൻ്റെ അപ്ഡേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ പരമാവധി പറ്റുന്നത് പോലെ ലൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ലൈവ് ചെയ്ത് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തും ഒരേ സമയത്ത് ലോങ് വീഡിയോസ് ഇട്ടിട്ടും മാത്രമേ വളർന്നു വരുന്ന കണ്ടൻറ് ക്രിയേറ്റർമാർക്ക് മോണിറ്റൈസേഷൻ ആവാൻ, അതായത് ഇപ്പോൾ ഒരു 3 മാസം കൊണ്ട് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബറും ആക്കിയാൽ മതിയല്ലോ.
ഫെബ്രുവരി 1 തീയതി തൊട്ടിട്ട് 2027 ഫെബ്രുവരി 1 തീയതി തൊട്ടിട്ടാണ് 8000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബറും ആക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പേ ന്യൂ കണ്ടൻറ് ക്രിയേറ്റർ എല്ലാം കൂടി ഒത്തൊരുമിച്ച് ശ്രമിച്ച് നമ്മളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.